സംസ്ഥാനത്ത് മദ്യത്തിന് വീണ്ടും വില വർദ്ധിപ്പിച്ചെങ്കിലും സർക്കാരിന്റെ വരുമാനത്തിൽ കാര്യമായ വർധനവുണ്ടായിട്ടില്ല. വില വർദ്ധിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയത് യഥാർത്ഥത്തിൽ മദ്യ നിർമ്മാതാക്കൾ തന്നെയാണ്. മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എഥനോൾ ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളുടെ വില വർദ്ധിച്ചതിനാൽ മദ്യവില കൂട്ടണമെന്ന ആവശ്യമാണ് സർക്കാർ പ്രധാനമായും അംഗീകരിച്ചത്. ഇപ്പോൾ വർദ്ധിപ്പിച്ച വിലയുടെ ഭൂരിഭാഗം മദ്യനിർമ്മാതാക്കൾക്കിടയിലായിരിക്കും കൂടുതലും ലഭിക്കുന്നത്. രാജ്യത്ത് മദ്യത്തിന് കൂടുതൽ നികുതി ഈടാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടാണ് കേരളം നിലനിൽക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ജവാൻ ബ്രാൻഡിലുള്ള മദ്യത്തിന്റെ വില 193.73 രൂപയാണ്. ഇതിന്റെ നികുതി 486.27 രൂപയുമാണ്. 700 രൂപയ്ക്കാണ് 1 ലിറ്റർ ജവാൻ ഉപയോക്താക്കളുടെ കൈകളിലേക്ക് എത്തുന്നത്. മദ്യ കമ്പനികളും ബെപ്കോയും തമ്മിലുള്ള കരാർ പ്രകാരമായിരിക്കും വില തീരുമാനിക്കാം. എല്ലാ വർഷവും വിലവർധന എന്ന ആവശ്യം മദ്യ കമ്പനികൾ ഉയർത്താറുമുണ്ട്. എന്നാൽ സർക്കാർ എല്ലായ്പ്പോഴും നിരക്ക് കൂട്ടിക്കൊടുക്കാൻ തയ്യാറാകില്ല. അടുത്തിടെ യുണൈറ്റഡ് ബ്രൂവറീസിന്റെ ബിയർ ബ്രാൻഡുകൾ തെലങ്കാനയിൽ വിൽക്കില്ലെന്ന തീരുമാനം കമ്പനി കൈക്കൊണ്ടിരുന്നു. തെലങ്കാന സർക്കാർ ബിയർ വില കൂട്ടാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രധാനമായും ഈ തീരുമാനം. മദ്യവില അടിക്കടി കൂടുന്നത് ഉപയോക്താക്കളുടെ തലയിലേക്ക് ഭാരം അടിച്ചേൽപ്പിക്കുകയാണെന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ശക്തമായി ആരോപിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിന് നല്ലൊരു പങ്ക് വരുന്നതും പ്രധാനമായും മദ്യവിൽപ്പനയിൽ നിന്നാണ്. അതിനാൽ മദ്യത്തിന്റെ നികുതി കുറച്ച് ഉപയോക്താക്കളുടെ ഭാരം കുറയ്ക്കാൻ സർക്കാർ ഒരുക്കമല്ല. മദ്യവില കൂട്ടിയതിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വരികയും ചെയ്തിരുന്നു. മദ്യക്കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് വില വർദ്ധിപ്പിച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത്. വില വർദ്ധിപ്പിച്ച മദ്യത്തിന്റെ പട്ടികയിൽ മദ്യനിർമ്മാണ കമ്പനികൾ സ്ഥാപിക്കാൻ സർക്കാർ രഹസ്യമായി അനുമതി നൽകിയ ഒയാസിസ് കമ്പനികളുടെ വിവിധ ബ്രാൻഡുകളും ഉൾപ്പെടുന്നുണ്ട്. മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിനു പിന്നാലെ മദ്യ കമ്പനികൾക്ക് വേണ്ടി വില വർദ്ധിപ്പിച്ചുള്ള സർക്കാർ തീരുമാനം സംശയകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് ശക്തമായി ആരോപിക്കുകയുണ്ടായി.